മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഇവളെയാണ് ഉന്നം വെക്കേണ്ടത്. ഇനി അവളെ എന്തെങ്കിലും ചെയ്തിട്ട് അവളുടെ ബോഡി കാണിക്കാതെ ഞാൻ വിശ്വസിക്കില്ല അച്ഛാ. ഇത്തരക്കാരോട് പ്രതികാരം ചെയ്യണം മഞ്ജു. അവൻ എന്താണോ ചെയ്തത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, എനിക്കൊപ്പം പുറത്തേക്ക് വരാൻ നിനക്കിപ്പോ വലിയ താല്പര്യമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ ശേഷം നിനക്കെപ്പോഴും പുറത്തു പോണോന്നായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തോ ഒന്നിലും ഒരു താല്പര്യം തോന്നുന്നില്ല. മോളെ, നിനക്ക് എന്നെ എന്തേലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് പറയണം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ശീലം എനിക്കില്ല, പ്രത്യേകിച്ചും മേഘേട്ടന്റെ കാര്യത്തില്. അതെ, ആ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടാക്കാം മോളെ, പക്ഷേ മനസമാധാനം അത് വാങ്ങിക്കാൻ കിട്ടത്തില്ലല്ലോ. ദാമ്പത്യത്തിൽ തകർച്ച ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മുടിഞ്ഞ വിശ്വാസത്തിലായിരിക്കണം. ഒന്നുമേ അമിതാവാൻ പാടില്ല മേഘേട്ട. അമിതാവണ്ട. നമ്മൾ ഈ പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോയാ നമുക്കിടയില് വേറെ ആർക്കും വന്നു കയറി മേയാൻ പറ്റില്ല. നിന്റെ ആ തറവാട്ടില് മഹാലക്ഷ്മി എന്ന് പറയുന്ന ദുർഭൂതം കയറി അന്ന് തൊട്ടാ നമ്മുടെ എല്ലാം കുടുംബത്തിലെ താളപ്പഴം ഉണ്ടായത്. ആ പിഴച്ചുപോയ താളം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കാനാ ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ മേഘേട്ടൻ ചെയ്യാൻ പോകുന്നത്? അവളെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല മഞ്ജു. കണ്ണേട്ടന്റെ ഏക ആശ്രയം ഇപ്പൊ അങ്ങേരുടെ ഭാര്യയാ. അവരെന്തിനാ വേർപിരിക്കാൻ നോക്കുന്നത്? ഒരുപാട് തവണ ശ്രമിച്ചല്ലോ, എന്നിട്ടും നമുക്ക് തിരിച്ചടി കിട്ടാന്നല്ലാതെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, നീ ഇപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? മഞ്ജു അവരുടെ പക്ഷത്തായോ? ഞാൻ ആരുടെയും പക്ഷം പിടിച്ചതല്ല. അവള് പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ആ അയ്യപ്പസ്വാമിക്ക് ഭയങ്കര ശക്തിയാണെന്ന കരുണയെടുത്തിടെ മുത്തശ്ശി പോലും എന്നോട് പറഞ്ഞത്. അതിലെന്തോ ശക്തി ഉണ്ടെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അവളെ ആരൊക്കെ കരയിക്കാൻ നോക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതിപ്പം മേഘേട്ടനായാലും കരുണയെടുത്തിയുടെ അച്ഛനായാലും അമ്മാവനായാലും കിട്ടേണ്ട ശിക്ഷ എന്തായാലും കിട്ടിയിട്ടുണ്ടെന്നാ എന്റെ ഒരു വിശ്വാസം. ഉണ്ണേട്ടന്റെ കാര്യം അങ്ങനെ തന്നെയാ. പിന്നെ അടങ്ങി ഒതുങ്ങി അവനവന്റെ കാര്യം നോക്കി പോകുന്നതായിരിക്കും നല്ലത്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരെയല്ലേ, ഇനി എനിക്ക് പോയല്ലേ പറ്റൂ. എന്താ പോവാൻ തോന്നില്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പോവാൻ തോന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോഴല്ലേ ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഇനിയിപ്പോ അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. അതുപോലെ ഒന്നും സംഭവിക്കില്ല. അത്രയ്ക്ക് ശ്രദ്ധയുണ്ട് ഇവിടെ എല്ലാവർക്കും. പിന്നെ മാർക്കോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെയും തന്റെ മേല് അവന്റെ ഒരു കണ്ണുണ്ടാവുന്ന ഉറപ്പാ. പ്രത്യേകിച്ച് തന്റെ മേല്. എന്റെ മേലല്ല കണ്ണുണ്ടാവേണ്ടത്, ഇവിടെയാ എന്ന് തനിക്ക് തോന്നും. പക്ഷേ എന്റെ ചിന്ത അങ്ങനല്ല. അനന്തമായിരിക്കും. അനന്തവേട്ടനാണോന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഡോറ് മൊത്തത്തിൽ തുറക്കാൻ. ഞാൻ തന്നെ. വാ. അല്ല, എന്താടാ കണ്ണ, ഇവിടെ വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തു പറ്റി? ഇവൻ എഴുന്നേറ്റ് നടന്നോ?
എഴുന്നേറ്റ് നടന്നിട്ടൊന്നുമില്ല. ആ കാലിലേക്കൊന്ന് നോക്കി. വലതുകാലിലെ വിരലിപ്പോ നന്നായിട്ട് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ. വലതുകാലിലെ വിരലുകൾ മാത്രമല്ലടാ. നോക്ക്. ഇന്നലത്തെ വൈദ്യരുടെ ശ്രമം പൂർണ്ണമായിട്ടും വിജയിച്ചു. ഇപ്പോഴെന്റെ 2 കാലിന്റെ മുട്ടുവരെ തൊട്ടാൽ അറിയാൻ പറ്റുന്നുണ്ട്. മൈക്ക് സന്തോഷമായല്ലോ. സന്തോഷം കാരണം അയാൾ കരയായിരുന്നു. ലേഖയോട് ഇപ്പൊ തന്നെ വിളിച്ച് കാര്യം പറയണം. ഇത്തവണയും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നാ അവൾ പറഞ്ഞോണ്ടിരുന്നേ. ഞാനും അങ്ങനെ തന്നെ. പക്ഷേ ഇപ്പോ വന്ന ദിവസം തന്നെ മാറ്റം ഉണ്ടായാലോടാ. ഇങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടോലോടാ. അങ്ങനെ ആത്മവിശ്വാസമൊന്നും എനിക്കില്ലടാ. എഴുന്നേറ്റ് നിന്റെ ഇയാളുടെയൊക്കെ കൈപിടിച്ചൊന്ന് നടക്കാൻ കഴിഞ്ഞാൽ മതി. അരക്കെട്ട് നേരെയാവാൻ കുറച്ചുകൂടെ സമയമെടുക്കുന്ന തോമസ് സാർ പറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിന് വൈകിട്ടാണെങ്കിലും കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കുന്നെ. അതിപ്പോ നമുക്കും അങ്ങനെ ഒരു പ്രതീക്ഷ കൈവന്നിട്ടുണ്ടല്ലോ. ഇനി 100% പ്രതീക്ഷിക്കടാ. ഇനി ധൈര്യം എടുത്താൻ പറ്റും. നോക്കിക്കോണേ അനന്തുവേട്ടാ, അന്നത്തെ പോലെ കണ്ണൊന്നും തെറ്റല്ലേ. ഏയ് ഒരിക്കലും ഇല്ല. ഞാൻ ഈ ഡോറ് പൂട്ടിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് റോന്തു ചുറ്റുന്നുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. അതൊന്നും വേണ്ട, അതൊക്കെ നോക്കാൻ ഇവിടെ ആളുണ്ട്. അനന്തുവേട്ടൻ ഇവിടെ തന്നെ ഇരുന്നാ മതി. എന്നാ ശരി, ഞാൻ ഇവിടുന്ന് അനങ്ങുന്നില്ല. പോയിട്ട് വരട്ടെ കണ്ണേട്ടാ. ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ നോക്കണം കേട്ടോ. ശരി. എന്നാ ശരി. അയാളുടെ ഒരു സന്തോഷം കണ്ടില്ലടാ, അതായിപ്പോ എന്റെ ഒരു സമാധാനം. എടാ, നിനക്കിപ്പോ അറിയാൻ കഴിയുന്നുണ്ടല്ലേ? പിന്നെ ആ മരവിപ്പെല്ലാം മാറി. അതുപോലെ തന്നെ താഴെ ചവിട്ടാനും പറ്റുന്നുണ്ട്. മുട്ടിന് മുകളിലോട്ടാ മരവിച്ചതുപോലെ ഇരിക്കുന്നേ. അരക്കെട്ടും അങ്ങനെ തന്നെ. മുട്ടിന് മുകളിലോട്ട് സ്പർശനം കിട്ടിക്കഴിഞ്ഞാ പിന്നെല്ലാം വേഗത്തിലാവുന്ന തോമസ് സാർ പറഞ്ഞത്. എല്ലാം ശരിയാവൂടാ. നീ എഴുന്നേറ്റ് നടക്കും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും ജനിക്കും. അതായത് എനിക്കും എന്റെ ലേഖയ്ക്കും ലാളിക്കാൻ കുഞ്ഞുങ്ങൾ വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് കുഞ്ഞ് ജനിച്ച അത് നിങ്ങളുടെയും കൂടെ അല്ലേടാ. അവിടെ പിന്നെ എന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ. ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി ലേഖയ്ക്ക്. അതൊന്നും ഫലം കണ്ടില്ല. പക്ഷേ ഇവിടെ നീ വിജയിച്ചല്ലോ. നീ എങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട. ലേഖയോട് തോമസ് സാറിനെ വന്നൊന്ന് കാണാൻ പറ. ഇവിടെ വന്നിട്ടും ലേഖ അദ്ദേഹത്തോട് അവളുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാനും മഹിയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാടാ, ചിലപ്പോ അവളുടെ നിരാശ മാറിക്കിട്ടും. മാറിയില്ലെങ്കിലും നിനക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ മതിയടാ. അതാ ഞങ്ങളുടെ സന്തോഷം. എടാ മോനെ, നീ ഇന്ന് മഹാലക്ഷ്മിയെ കാണാൻ ഫൈനാൻസിയേഴ്സിലേക്ക് പോണം. എന്നിട്ട് അവളോട് വിനയത്തോടെ സംസാരിക്കണം. എടാ, കാല് പിടിച്ചാലും കുഴപ്പമില്ല. എന്തിന്? എന്തിനാണെന്നോ? എടാ മണ്ട, ഇതവളുടെ അവസാനത്തെ ദിവസമാ. അതിനു മുമ്പ് അവളുടെ മുമ്പിൽ നിന്ന് താണു കൊടുക്കുന്നോണ്ട് നിനക്ക് എന്താടാ കുഴപ്പം? ഇന്ന് നീ അവളും തമ്മിൽ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാ. എടാ, അവള് പോകുന്നതിന് മുമ്പ് നിനക്ക് അവള് ഒരു നോക്ക് കാണണ്ടേ? എന്നാ പിന്നെ നമുക്ക് ഒന്നിച്ചു പോയാലോ? ഞാൻ വന്നാൽ ശരിയാവില്ല. അത് അവൾക്ക് സംശയം ഉണ്ടാക്കും.
എടാ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. നീ ഇപ്പൊ അവളുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയല്ലേ. അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ നീ ഒന്ന് ശ്രമിക്കുന്ന പോലെ അവളോട് സംസാരിച്ചാ മതി. അവളുടെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല മേഘേട്ടാ. ഇനി കാണണ്ടല്ലോടാ. ഇനി അബദ്ധവശാലെങ്ങാനും നീ അവളെ കാണുന്നുണ്ടെങ്കിൽ അത് ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെച്ച് മാലയിട്ട് വെച്ചിരിക്കുന്ന അവളുടെ ഫോട്ടോ ആയിരിക്കും. കണ്ണന്റെ മനസ്സില് ദൈവത്തിന്റെ സ്ഥാനം അവൾക്ക്. അതുകൊണ്ട് അവന് നേരം പുലരുമ്പോ ഭാര്യയുടെ ഫോട്ടോ നോക്കി തിരികൊളുത്താനും തൊഴാനൊക്കെ അവന് തോന്നും. അതുകൊണ്ട് കമലേശ്വരം തറവാടിന്റെ ഹോളി തന്നെ അങ്ങനൊരു ഫോട്ടോ പ്രതീക്ഷിക്കാം മോനെ. മേഘേട്ടാ, ചെറിയൊരു കാര്യമല്ല മേഘേട്ട ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ നോക്കുക. എന്നിട്ട് ഇതുവരെ അനുകൂലമായിട്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. മഹാലക്ഷ്മി മരിച്ചെന്ന് കരുതി കമ്പത്തിന് തിരികൊളുത്തിയതാ നമ്മൾ. എന്നിട്ട് ഓർമ്മയുണ്ടോ, ആ കമ്പത്തിനിടയിലൂടെയാ അവര് കയറി വന്നത്. അതൊന്നും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല മേഘേട്ട. ഇനി നമ്മളൊരു കമ്പത്തിന് തിരികൊളുത്തോടാ. പെട്ടെന്നല്ല, മഹാലക്ഷ്മിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിന്റെ ഒരു അന്വേഷണമൊക്കെ ഉണ്ടാവും. അതൊക്കെ 6 തണുത്ത് കഴിയുമ്പോ കർക്കടകം കഴിഞ്ഞ് ചിങ്ങം തുടങ്ങും. അടുത്ത തിരുവോണത്തിന് നമ്മൾ കമലേശ്വരം തറവാട്ടിൽ ഒത്തുകൂടും. അന്ന് നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊരു ആഘോഷം നടക്കുകയും ചെയ്യും. ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചോ മോനെ, ഇത്തവണ ഓണം ഉണ്ണുമ്പം അവിടെ ഒരാളുടെ കുറവുണ്ടാവും. വീൽ ചെയറിലിരിക്കുന്നവന്റെ പെണ്ണ് ഇത്തവണ ഓണം ഉണ്ണാൻ കാണില്ല. അവരാ വീട്ടില് കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമുള്ള ആദ്യത്തെ ഓണോ? ആ ഓണത്തിന് നിന്റെ പെണ്ണ് മാത്രമേ അവിടെ ഉണ്ടാവൂ. എടാ മോനെ, നീയും കരുണയും ഒന്നിച്ചിരിക്കുമ്പോ കണ്ണന് സദ്യ വിളമ്പാൻ മഹാലക്ഷ്മി കാണില്ല എന്നാടാ മോനെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നീ നിന്റെ അടുത്ത് അവസാനമായിട്ട് പോയെന്ന് കാണ. എടാ, അവളുടെ മുമ്പിൽ നീ നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാ നിനക്ക് മാറ്റമുണ്ടെന്ന് അവള് വിളിച്ച് കണ്ണന്റെ അടുത്ത് പറയും. മോനെ, അത് പിന്നീട് നിനക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ശരി മേഘേട്ടാ, എന്നാ പോയിട്ട് മേഘേട്ടനെ ഞാൻ വിളിച്ചോളാം. ശരി. അർഹതയില്ലാത്തവള് കയറിയിരിക്കുക വലിയ ക്യാബിനകത്ത്. വാ. അല്ല, എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? അത് ഞാനൊന്നിരുന്നോട്ടെ. നിന്നോട് നിൽക്കാനൊന്നും ഞാൻ പറയില്ല. ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. സ്നേഹിക്കാൻ മാത്രം നിന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല, അത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്കാ. ഏട്ടത്തെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ ഞാനും ഏട്ടനും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു. അതൊക്കെ എനിക്കറിയാം. കണ്ണേട്ടന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് കണ്ണേട്ടനൊരു കുടുംബജീവിതം ഉണ്ടാവത്തില്ല എന്നായിരുന്നു നിങ്ങളുടെയൊക്കെ വിചാരം. അതുകൊണ്ടാ എല്ലാവരും കണ്ണേട്ടന് കലർപ്പില്ലാത്ത സ്നേഹം കൊടുത്തത്. എന്നാ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ പലതും നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നി. മനുഷ്യനല്ലേ ഏട്ടത്തി, അപ്പോ അങ്ങനെ ചിന്തിച്ചു പോവല്ലോ. മനുഷ്യരായിട്ടുള്ളവര് അങ്ങനൊന്നും ചിന്തിക്കില്ല.
സംഭവിച്ചതൊക്കെ സംഭവിച്ചു. അതിലൊക്കെ എനിക്ക് വേദനയുണ്ട്. അതോടൊപ്പം എന്നെ തരം താഴ്ത്തരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കണ്ണേട്ടന്റെ സ്വഭാവം അറിയാലോ. ഒരിക്കൽ ആരെങ്കിലും വെറുത്തുപോയാൽ പിന്നെ അവരെ സ്നേഹിക്കാൻ പാടാ. എന്നുവെച്ചാ അതുപോലെയാ സ്നേഹിക്കുന്ന സമയത്ത് കണ്ണേട്ടൻ എല്ലാവരെയും ചേർത്ത് നിർത്തിയത്. അങ്ങനെയുള്ളവര് വെറുത്തു കഴിഞ്ഞാ അതിന്റെ ഇരട്ടി വെറുപ്പായിരിക്കും. കാരണം അതുപോലെ ആയിരിക്കും അവര് സ്നേഹിക്കുന്നത്. ഇനി പഴയ പോലൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ സ്വഭാവത്തിൽ ഞാൻ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. അങ്ങനെ നീ മാത്രം തീരുമാനിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നിന്റെ മാറ്റം മറ്റുള്ളവർക്കും ഫീൽ ചെയ്യണം. നീ മാറിയെന്ന് തോന്നണം. അങ്ങനെയെങ്കിൽ നിനക്ക് അതിന്റെ മെച്ചം ഉണ്ടാവും. പിന്നെ കമ്പനിയുടെ കാര്യം അറിയാലോ. ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കണ്ണേട്ടനാ. അല്ല, ഇപ്പൊ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഏട്ടത്തി തന്നെ. ഏട്ടത്തി നോ പറഞ്ഞാൽ കണ്ണേട്ടൻ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. അത് കണ്ണേട്ടൻ എന്നെ വിശ്വാസമുള്ളതുകൊണ്ടാ. ആ വിശ്വാസം നേടിയെടുക്കാൻ നിനക്കും നിന്റെ അമ്മയ്ക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. നീ തെറ്റ് ചെയ്യരുതെന്നും നീ നിന്റെ ഏട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നൊക്കെയാ എന്റെ ആഗ്രഹം. കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും കമലേശ്വരം എന്ന വലിയ കുടുംബത്തെയും അവിടുത്തെ ബിസിനസിനെയും നന്നായി കൊണ്ടുപോയ കൂട്ടത്തിലാ കണ്ണേട്ടൻ. അതിന്റെ സ്നേഹം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി അത് തുടരും. പക്ഷെ വിഷം ഉള്ളി വെച്ചോണ്ട് സ്നേഹം നിങ്ങളൊക്കെ നടിക്കരുതെന്ന് മാത്രം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എടുത്തി. നീ കരുണയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? ഉണ്ട്. അവൾക്കാ എന്നോട് വെറുപ്പ്. ആ വെറുപ്പൊക്കെ നീ വിചാരിച്ചാ ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ. അവൾ കുറച്ച് മുൻശുണ്ടി കൂടുതലാ. അത് സ്നേഹത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതിലുപരി എനിക്കിപ്പോ നമ്മുടെ കമ്പനിയില് ഒരു സ്ഥാനം ഇല്ലാത്തതാ അവളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നീ ഇപ്പൊ എന്നോട് പറഞ്ഞതുപോലെ നീ കമ്പനിയെ നന്നായി സേവിക്കുകയാണെങ്കിൽ, കണ്ണേട്ടനോടും കമ്പനിയോടും കൂറ് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ആരുടെ മുന്നിലും തല ഉനിച്ച് നിൽക്കേണ്ടി വരില്ല. ശരി എടുത്തി, എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുവരുന്നു. അത് മാത്രം പോരാ, കുടുംബത്തിലുള്ളവരെ തമ്മിൽ പരസ്പരം തല്ലിക്കാതെ എല്ലാവരും സ്നേഹത്തോടെ പോകാൻ നീ നിമിത്തമാവണം. പ്രത്യേകിച്ച് കരുണയുടെ മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ പരമാവധി ശ്രമിക്കാം. നിന്റെ കാല് പിടിച്ചത് നിന്നെ കാലെ പിടിച്ച് വലിച്ചു കയറുമെന്ന് ചിലർ ഉറപ്പ് തന്നുകൊണ്ടാടി.
ഇനി ഇവൻ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇവന്റെ വണ്ടിയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ഇവനെ ഇവിടെ ഇട്ട് ചവിട്ട് കൂട്ടിയാലും കുഴപ്പമില്ല. അല്ല, നീ എന്താ ആലോചിക്കുന്ന? ഏത് സമയം ഇതല്ലേ ഉള്ളൂ നിനക്ക്? എന്താ കല്യാണം കഴിഞ്ഞപ്പോ നിനക്ക് വല്ല പ്രേമം തുടങ്ങിയോ? ദേ, എന്റെ വായിന്നൊന്നും കേക്കണ്ട കേട്ടോ. എന്റെ മോളെ, നിന്റെ പ്രശ്നമെല്ലാം തീരാൻ പോവാ. എന്റെ പ്രശ്നം തീർന്നിട്ടില്ലടാ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ദേ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മഹാലക്ഷ്മിയെ നമ്മൾ തളയ്ക്കാൻ പോവാ. ഇതൊഴിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കുറെ കാലമായിട്ട് തളയ്ക്കുന്നു. എടി, നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവളെ ഫിനാൻസിയേഴ്സിൽ പോയി കണ്ട് അവളോട് അനുനയത്തിലൊക്കെ സംസാരിച്ചിട്ട് വന്നിരിക്കുക. എടി, അതൊക്കെ ഞങ്ങളുടെ ഒരു നമ്പരാ. അവൾക്കൊരാപത്തുണ്ടാവുന്നതിന് മുൻപ് അവളൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവളുടെ ശത്രുക്കളൊക്കെ അവളെ പോയി കാണുക. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താ നടക്കാത്തത്? അങ്ങനെ നടക്കണമെങ്കിലേ നമ്മുടെ മനസ്സിനകത്ത് കുറച്ചെങ്കിലും നന്മ വേണം. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.